നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. വചനം പ്രമാണിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 7 മുതൽ 11 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ വിജയകരമായ പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ഒന്നാമത് യേശുവുമായിട്ട് ഒരാൾ ബന്ധപ്പെടണം. അതാണ് ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭം. ആ മുന്തിരി വള്ളിയോട് ബന്ധപ്പെടണം. അതായത് ആ മുന്തിരി വള്ളിയുമായിട്ട് ഒരു മുറിവില്ലാത്ത ഒരു ബന്ധം ഉണ്ടായിരിക്കണം. രണ്ടാമത് ദൈവവചനം അത് പ്രമാണിക്കാൻ തയ്യാറാകണം. ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. ദൈവവചനം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വേദപുസ്തകത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെയുണ്ട്. അതെല്ലാം കാണാതെ പഠിച്ച് ഞാൻ നിന്നെ വാലല്ല തലയാക്കും, നീ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും, വീട്ടിൽ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കാളകൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ആടുകളുടെ പേരും പിറപ്പും അനുഗ്രഹിക്കപ്പെടും, നീ അകത്ത് അനുഗ്രഹിക്കപ്പെടും, പുറത്ത് അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയൊക്കെ കുറേ വാഗ്ദാനങ്ങൾ ബൈബിളിലുണ്ട്. ചില ആളുകളുടെ ബൈബിളിൽ അതെല്ലാം അണ്ടർലൈൻ ചെയ്തിരിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ അതാണ് ഉദ്ധരിക്കുന്നത്. കർത്താവേ, നീ എന്നെ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞല്ലോ, ഉന്നതികളിന്മേൽ നടക്കുമാറാക്കുമെന്ന് പറഞ്ഞല്ലോ, നിന്റെ സന്തതി 1000 തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞല്ലോ, നിന്റെ സന്തതി ആഹാരമിറക്കുന്നു ഞാൻ കണ്ടിട്ടില്ല എന്ന് നീ പറഞ്ഞല്ലോ, അതുകൊണ്ട് സമ്പത്തും ഐശ്വര്യവും അവൻ്റെ ഭവനത്തിൽ ഉണ്ടാകുമെന്ന് നീ പറഞ്ഞല്ലോ, അതുകൊണ്ട് അതെല്ലാം ഇങ്ങോട്ട് തന്നേക്ക്. ഇതാണ് ചിലരുടെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഭൗതിക നന്മകൾ ഉണ്ടാകാൻ വേണ്ടി ആയിരിക്കരുത് നമ്മുടെ പ്രാർത്ഥന ഉപവാസവും. ലോട്ടറി ടിക്കറ്റൊക്കെ എടുത്ത് ബൈബിളിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ചില വിദ്വാന്മാരുണ്ട്. സഭയിൽ പറയും എല്ലാവരും വീട്ടിൽ പറഞ്ഞ ഒരു ഉപവാസമുണ്ട്, വിഷയം ഞാൻ പിന്നെ പറയാം. ലോട്ടറി അടിച്ചാലേ പുള്ളി വിഷയം പറയത്തുള്ളൂ. അതൊക്കെ തീർച്ചയായിട്ടും അത് ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായമാണ്. അതൊന്നും പാടില്ല. നമ്മൾ ബൈബിൾ വായിക്കുന്നത് നമ്മൾ നന്നാകാൻ വേണ്ടിയായിരിക്കണം, നമുക്ക് വേണ്ടി. ചില ആളുകൾ പ്രസംഗിക്കാൻ വേണ്ടി ബൈബിൾ വായിക്കുന്നവരും പഠിക്കുന്നവരുമുണ്ട്. അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, പ്രസംഗിക്കാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം അത് നമുക്ക് വേണ്ടി വായിക്കണം. ഒന്നാമത് വായിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ദൂത് നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. അത് നമ്മൾ ഏറ്റെടുക്കണം. എന്നിട്ട് വേണം അത് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ. അതായത് ആദ്യം നമുക്ക് വേണ്ടി. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നുള്ളതിൽ ഒന്നാമത് ലവ് യുവർ നെയ്ബർ ആസ് യു ലവ് യുവർ സെൽഫ്. നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ നിൻ്റെ അയൽക്കാരനെ എന്ന് പറഞ്ഞ പോലെ ആദ്യം ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അതിനകത്ത് ചിലത് നമ്മുടെ തെറ്റുകളായിരിക്കും, നമ്മുടെ പോരായ്മകളായിരിക്കും. അത് നമ്മൾ സമ്മതിക്കണം. അല്ലാതെ ബൈബിൾ വായിക്കുമ്പോൾ അത് മറ്റവൻ്റെ തെറ്റാണ് എന്ന് പറയരുത്. കർത്താവേ, ഞാൻ കുറവുള്ളവനാണ് എന്ന് പറഞ്ഞ് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കുളിച്ചിരിക്കുന്നവരാണ്, പക്ഷെ കാല് കഴുകണം എന്ന് പറഞ്ഞാൽ നമ്മൾ യേശുവിനാൽ ശുദ്ധീകരണം പ്രാപിച്ചവരാണെങ്കിലും ഭൂമിയിൽ നടക്കുമ്പോൾ നമ്മുടെ കാലിൽ പൊടി പറ്റാം. അത് നമ്മൾ നീട്ടിക്കൊടുക്കണം, കർത്താവിനോട് പറയണം. ദൈവവചനം വായിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ചെളി, നമ്മുടെ പാപം എന്താണെന്നൊരു കണ്ണാടിയിൽ എന്ന പോലെ ദൈവം കാണിക്കത്തുള്ളൂ. പലരും ബൈബിൾ വായിക്കാത്തത് അവൻ്റെ കുറ്റം ദൈവം അവനോട് പറയും. അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും വേദപുസ്തകം നമ്മൾ
നിരന്തരമായി വായിക്കണം, അത് നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, കർത്താവേ, നീ എൻ്റെ പാപത്തെ എനിക്ക് ബോധ്യമാക്കി, ഞാനത് ഏറ്റെടുത്തു, ഞാൻ സമ്മതിക്കുന്നു, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയാൻ നമ്മൾ തയ്യാറാകണം. അതല്ലാതെ വാഗ്ദാനങ്ങൾ മാത്രം, വാഗ്ദാനങ്ങൾ ആണെങ്കിൽ പോലും അതിനകത്ത് ചില കണ്ടീഷനുണ്ട്. നീ അങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്യുമെന്നാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ യേശു പറയുകയാണ്, എൻ്റെ വചനം നിങ്ങളിലും നിങ്ങൾ വസിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുന്നത് ദൈവം ചെയ്തു തരും, അല്ലെങ്കിൽ ഞാൻ ചെയ്തു തരും. പിന്നെ യേശു പറയുകയാണ്, പിതാവിനെ അയച്ചിട്ട് ഞാൻ പിതാവിൻ്റെ വചനം മൂലം ഞാൻ ജീവിക്കുന്നു, പിതാവ് പറയുന്നതൊക്കെ കൽപ്പിക്കുന്നതൊക്കെ ഞാൻ അനുസരിക്കുന്നു. അതുപോലെ ആയിരിക്കണം നിങ്ങളും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം നിങ്ങൾ പ്രമാണിക്കണം, അനുസരിക്കണം, പാലിക്കണം, അത് നിങ്ങളിൽ വസിക്കണം. അങ്ങനെയായാൽ നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും. അതാണ് യേശു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവവചനവും പ്രാർത്ഥനയുമായി ഭയങ്കര ബന്ധമുണ്ട്. അതുകൊണ്ട് വചനം വായിക്കുകയും തുടർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നെഹമ്യാവിൻ്റെ കാലത്തൊക്കെ ഉണർവ് ഉണ്ടായ സമയത്ത് അവർ ഒരു യാമത്തോളം ദൈവവചനം കേൾക്കുകയും ഒരു യാമത്തോളം പാപങ്ങൾ ഏറ്റുപറയുകയും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നുണ്ട്. അതുപോലെ ദൈവവചനം വായിച്ച് അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് അതിന് ഉത്തരം നേടുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.